ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് കൈരളിയെ വിലക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇനി ഒരു ചോദ്യവും ചോദിക്കേണ്ടെന്നും കൈരളിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ലെന്നും സതീശൻ. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അക്കൗണ്ടിൽ ഇനി പണമില്ലെന്ന കെ.സി. വേണുഗോപാലിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ വി.ഡി. സതീശൻ പ്രകോപിതനായി. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിന് വയനാട് ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ ആകെ വല്ലാത്തൊരു ഭയവും അതുപോലെ തന്നെ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നാം അദ്ദേഹത്തെ കാണുന്നത്. ഇന്നും അദ്ദേഹത്തിന് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, പ്രതിപക്ഷ നേതാവിന് കാസർഗോഡ് നിരവധി പരിപാടികളുണ്ട്. അതിനിടെ രാവിലെ മാധ്യമങ്ങളെ പ്രത്യേകം ക്ഷണിച്ചാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദ്യങ്ങളോട് പ്രകോപിതനായത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൈരളി TV, ദേശാഭിമാനി പത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രകോപിതനായി വളരെ മോശം രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പെരുമാറാറുള്ളത്. അതേ നിലയിൽ തന്നെയാണ് കാസർഗോഡും പെരുമാറിയിരിക്കുന്നത്. ചോദ്യങ്ങൾ വിലക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ചോദിക്കാൻ അവസരം കിട്ടിയത്. ആ 2 ചോദ്യങ്ങളൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രകോപിതനായി. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല. മറ്റൊന്ന്, ഇന്ന് രാവിലെ വരുന്ന ഒരു വാർത്ത, കെ.സി. വേണുഗോപാൽ ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. ഈ അഭിമുഖത്തിൽ പറയുന്നത് ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ട് തിരുവനന്തപുരത്ത് ആണ് ഈ ഫണ്ട് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൽ ആകെ വന്ന തുകയ്ക്ക് തുല്യമായ തുക വളരെ കുറവാണ്. അതിന് ഈ ഭൂമി വാങ്ങിക്കുന്നതിന് പോലും ഈ തുക തികഞ്ഞില്ല. കോൺഗ്രസ് കയ്യിൽ നിന്നെടുത്താണ് വയനാട്ടിൽ ഭൂമി വാങ്ങിയത് എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഇനി പണമില്ല, വയനാട് ദുരിതബാധിതർക്കായി പിരിച്ച പണമില്ല എന്ന രീതിയിലാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇക്കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് ചോദ്യങ്ങൾ തടഞ്ഞത്. ഇനി കൈരളി TV ഒരു ചോദ്യവും ചോദിക്കേണ്ട, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല, പത്രസമ്മേളനം അലങ്കോലപ്പെടുത്താൻ പതിവായി വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. സിജു, കഴിഞ്ഞ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസിനോട്. വയനാട് ഫണ്ടിനായി ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിച്ച് പണം പിരിക്കുകയാണ് ചെയ്തത്. ആ ആപ്പ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ആ ആപ്പിൽ എത്ര കോടി പിരിച്ചു എന്നതിൻ്റെ കണക്കോ മറ്റ് വിശദാംശങ്ങളോ നമുക്ക് ലഭ്യമാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസ് നേതാക്കളോടും ഈ ചോദ്യം ചോദിക്കുന്നത്. വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് എത്ര കോടി രൂപ പിരിച്ചു? ആ പണം ഏത് അക്കൗണ്ടിലാണ്? ഈ ചോദ്യത്തിന് വളരെ സിമ്പിളായി ഉത്തരം നൽകാൻ കഴിയുന്നതല്ലേ ഉള്ളൂ സിജു. ഇത്ര രൂപ ഞങ്ങൾ പിരിച്ചു, അത് ഇന്ന അക്കൗണ്ടിലുണ്ട്, ഇത്ര രൂപ ചെലവായി എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യത്തിൽ എന്തിനാണ് ഇവർ ഇത്ര ഒളിച്ചു വെക്കുന്നത്? എന്തുകൊണ്ട് അത് സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല? എന്ന് പറഞ്ഞാൽ ഈ പണം ആരുടെയും അക്കൗണ്ടിലില്ല. ഈ പണം ഇവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. പിന്നീട് ഒരു ആന കയറുന്ന സ്ഥലത്ത് പോയി ഒരു 2 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. 100 വീടെന്തോ വെക്കാൻ വേണ്ടിയാണ് ഈ 2 ഏക്കർ വാങ്ങിയിരിക്കുന്നത്. മൊത്തത്തിൽ കാപ്പട്യമാണ്. ഏതാണ്ട് 140 കോടി രൂപ ഈ വയനാട് ഫണ്ടിനായി പിരിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. സിജു കണ്ണൻ. ഷമി, കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടിക്ക് അനുയോജ്യമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമാനതകളില്ലാതെ നടന്നൊരു ദുരന്തമാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ മാതൃകാപരമായ രീതിയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മുസ്ലിം ലീഗ് ഈ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവരും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഒരു ആപ്പ് ഉണ്ടാക്കുന്നു, പണം പിരിക്കുന്നു. പക്ഷേ ആ പണത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പ്രകോപിതരാവുകയാണ്. ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാൽ നടത്തിയ വെളിപ്പെടുത്തൽ സത്യമാണെങ്കിൽ 1 രൂപ പോലും ഇനി കോൺഗ്രസിന്റെ കയ്യിൽ ദുരിതബാധിതർക്ക് വീട് കെട്ടി നൽകാൻ കയ്യിലില്ല എന്നുള്ളതാണ്. വന്ന തുക മുഴുവൻ മറ്റേതെങ്കിലും തരത്തിൽ ചെലവഴിക്കപ്പെട്ടു എന്ന് വരെ സംശയിക്കേണ്ടി വരും. കാരണം ഇതിന് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് എപ്പോഴും ദുരിതബാധിതർക്ക് ഉടൻ വീട് കെട്ടി നൽകുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ദേഷ്യപ്പെടുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുക. സിജു, ഇദ്ദേഹം പറയുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ ഫണ്ട് ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്, അത് എൻ്റെയും അതായത് പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെയും കൂടെ ജോയിന്റ് അക്കൗണ്ടിൽ ഈ പണം ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു കൊണ്ടിരുന്നത്.
എന്നാൽ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നോക്കുമ്പോൾ ഈ രണ്ടുപേരുടെയും സണ്ണി ജോസഫിൻ്റെയും വി.ഡി. സതീശൻ്റെയും സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിൽ ഒരു അക്കൗണ്ടോ പണമോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിൽ അത്തരത്തിൽ ഈ വയനാട് ഫണ്ടിനായി പിരിച്ച പണമില്ല. ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശനും സണ്ണി ജോസഫുമാണ്. മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിൽ കാഴ്ചക്കാരാണ്. ഇവിടെ വളരെ കൃത്യമായി എന്തുകൊണ്ട് വി.ഡി. സതീശൻ പ്രകോപിതനാവുന്നു എന്ന ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഈ പണം കൈകാര്യം ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശനും സണ്ണി ജോസഫും ചേർന്നാണ്. സണ്ണി ജോസഫ് അതുമായി ബന്ധപ്പെട്ട് ഈ പണം ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പോലും KPCC അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഒരു ചുമതലയാണ്. ഇത് ശരിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മറ്റു കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് മുഴുവൻ കോൺഗ്രസ്സുകാരും ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിന്ന് ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വി.ഡി. സതീശനാണ് യഥാർത്ഥത്തിൽ കേരളത്തോട് പറയേണ്ടത് ഈ പണം എന്ത് ചെയ്തു, ഈ പിരിച്ച പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പണം താൻ എന്ത് ചെയ്തു എന്ന് പറയാനുള്ള ബാധ്യത വി.ഡി. സതീശനുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കൈരളിയോട് ശോഭിച്ചിട്ട് കാര്യമില്ല. കൈരളി ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പയറെത്ര എന്ന് ചോദിക്കുമ്പോൾ അരി ഇത്ര എന്ന ഉത്തരമല്ല നൽകേണ്ടത്, ഇത്ര കോടി രൂപ ഞങ്ങൾ പിരിച്ചു എന്ന് പറയാനുള്ള ആർജവം കേരളത്തോട് കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം. സിജു, ഷമി, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദുരൂഹമാണ്. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നത് ഈ ഫണ്ട് എങ്ങനെയാണ് പിരിച്ചെടുത്തത്, എത്ര രൂപയാണ് പിരിച്ചെടുത്തത്, അത് എത്ര രൂപ ചെലവഴിച്ചു, ഇനി എത്ര രൂപ അവശേഷിക്കുന്നു എന്നറിയാൻ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്. വി.ഡി. സതീശൻ ഇപ്പോൾ കൈരളിയുടെ ചോദ്യങ്ങൾ തടയുകയാണ്. പക്ഷേ കൈരളിയുടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അവിടെ പോയി വ്യക്തിപരമായ ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാഭാവികമായും വാർത്താ സമ്മേളനങ്ങളിൽ, രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ സ്വാഭാവികമായും ചോദിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്, അതിന് മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ്. പക്ഷേ വി.ഡി. സതീശൻ ഇവിടെ പറയുന്നത് കൈരളി ഒരു തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നാണ് പറയുന്നത്. അത് തടഞ്ഞതിനൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വയനാട് ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട് കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ്. നിങ്ങളോട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് എന്നോടല്ല, കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് പോലെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരുടെ സംശയ നിവാരണത്തിനായി. പക്ഷെ നിങ്ങളോട് അത് പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് അത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് കൃത്യമായി പറയുന്നു. കൃത്യമായി കൈരളിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് വിലക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നുമല്ല വി.ഡി. സതീശൻ മറുപടി പറയുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും ഈ ദുരൂഹമായി തന്നെ കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പിരിവും ആപ്പും അക്കൗണ്ടും എല്ലാം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായും അത് എത്രത്തോളം സുതാര്യമായിരുന്നു എന്ന് തെളിയിക്കാൻ സ്വാഭാവികമായും അത്തരം ഒരു ഇടപെടൽ നടത്തും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും അതാണ്, അത് സിജു പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് തങ്ങളുടെ പാർട്ടിയുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന, വ്യക്തിപരമായി വി.ഡി. സതീശന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്തു പോകാനുള്ള സാമാന്യമായ ഒരു ഉത്തരവാദിത്വം, അഭിമാനമുള്ള, അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടാവില്ലേ? ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഇപ്പം കൈരളി മാത്രമല്ല, ഞാൻ മറ്റു ചില ഇന്റർവ്യൂവിലടക്കം ഇദ്ദേഹം ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങേയറ്റം അസ്വസ്ഥമാവുന്ന കാഴ്ച ഞാൻ കണ്ടു. മീഡിയ ഒന്നിൽ ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വരുന്ന സമയത്ത് ആ ചോദ്യകർത്താവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലാണ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ആരും ചോദിക്കാൻ പാടില്ല. ഇത് പഴയ രാജഭരണകാലമല്ലോ ആണോ? ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ, രാജാവിന് ഇഷ്ടമുള്ളത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിനവ രാജാവായി, ഒരു ചക്രവർത്തിയായി വി.ഡി. സതീശൻ മാറിയിട്ടൊന്നുമില്ല. ഇത് ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കും, കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര അസ്വസ്ഥനായാലും ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യൂ. ഇത്ര രൂപ പിരിച്ചു, ഇത്ര രൂപ അക്കൗണ്ടിലുണ്ട്, ഇത്ര ചിലവായി പോയി, അത് പറയൂ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങളോട് താങ്കൾ കാരണം, പ്രതിപക്ഷ നേതാവ് കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ എല്ലായിടത്തും പോയി നാണം കെടുന്നു എന്ന കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. ചാനൽ ചർച്ചകളിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ പോയി കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ നാണം കെട്ടു പോവുകയാണ് ഈ ചോദ്യത്തിന് മുന്നിൽ.
മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ചോദിക്കുന്നു, ഈ പണം എവിടെ, എത്ര പിരിച്ചു? ഒരു കോൺഗ്രസ് നേതാവിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവെ, അങ്ങയുടെ സമീപനം കൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന തിരിച്ചറിവ് അങ്ങയ്ക്ക് ഉണ്ടാകണം. സിജു. ഷമി, തീർച്ചയായും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. വയനാടിനായി എത്ര ഫണ്ട് പിരിച്ചു? സിജുവിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകൾ കേൾക്കാം. നിങ്ങൾ മനഃപൂർവ്വം കൈരളിയും ദേശാഭിമാനിയും എന്റെ ബൈറ്റ് അലങ്കോലപ്പെടുത്താൻ വന്നാൽ ഞാൻ പ്രകോപിതരാവില്ല. ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ ഇടയിൽ കയറി സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി. എല്ലാവരും പരിപാടി കൈരളി മീറ്റിംഗ് അടക്കാൻ വെച്ചിട്ട് അല്ലല്ല. സിജു കണ്ണൻ ചേരുകയാണ്. അതായത് തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളൊന്നും പാടില്ല, താൻ ഒരു കൊച്ചു ചക്രവർത്തിയായി മാറിയിരിക്കുന്നു എന്നൊരു തോന്നൽ വി.ഡി. സതീശന് ഉണ്ടാവുകയാണ്. ആര് ചോദിച്ചാലും ആ ചോദ്യങ്ങളോട് വല്ലാതെ അസഹിഷ്ണുതയാണ് അദ്ദേഹത്തിന്. സിജു. ചോദ്യം നേരിട്ടായിരുന്നു. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചോദ്യം, അതോടൊപ്പം തന്നെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിൽ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് വളരെയധികം പ്രകോപിതനായി പുള്ളി രംഗത്ത് വന്നത്. ഒന്ന്, ഈ കെ.സി. വേണുഗോപാൽ ഇനി വയനാട് ഫണ്ട് കോൺഗ്രസിന്റെ കയ്യിലില്ല, അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ല എന്ന് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ വളരെ മോശം രീതിയിൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട് അത് വിലക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. ഏതായാലും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ പോയി മാധ്യമങ്ങൾ പ്രതികരണം തേടിയതല്ല. ഇന്ന് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു പരിപാടി നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ ക്ഷണിച്ചതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ ചോദ്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏതായാലും ചോദ്യം വളരെ സിമ്പിളാണ്. കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. വളരെ എളുപ്പത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിലുള്ള അക്കൗണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൽ എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവഴിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും. സ്വാഭാവികമായും കാര്യങ്ങൾ സുതാര്യമായിരുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അല്ലെങ്കിൽ ഇത്ര നിസ്സാരമായ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം പ്രകോപിതനാവുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തില്ല എന്നുള്ളതാണ്. തീർച്ചയായും.